ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വെള്ള ഓർക്കിഡാണ്. ഇതിൻ്റെ പേര് പീജിയൻ ഓർക്കിഡെന്നോ മറ്റോ ആണ്. എനിക്കത്ര നിശ്ചയമില്ല ഇതിൻ്റെ പേരിങ്ങനെ തന്നെയാണോ എന്ന്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റോ ഉള്ള ഓർക്കിഡിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിന് നല്ല സുഗന്ധമുള്ളൊരു ഓർക്കിഡാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ ഓർക്കിഡ് വിരിഞ്ഞെന്ന് നമ്മൾ ശ്രദ്ധിക്കാതൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വിരിഞ്ഞെന്ന് അറിയുന്നത് തന്നെ ഈ ഒരു മണം കൊണ്ടാണ് നമ്മൾ ഈ ഓർക്കിഡ് ഉണ്ടായെന്ന് മനസ്സിലാകുന്നത്. പൊതുവേ ഓർക്കിഡിൽ നിന്നൊക്കെ മറ്റുള്ള ഓർക്കിഡിനൊക്കെ നല്ല പരിചരണം വേണ്ടതാണ്. പക്ഷേ ഈ ഓർക്കിഡ് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലും അത് തന്നെ ഇഷ്ടംപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അത് നിറച്ചുണ്ടാകും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓർക്കിഡ് എവിടെയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടോ അതിപ്പോൾ അതായത് മറ്റുള്ള വീടുകളിലാണ് എവിടെയാണെങ്കിലും ഒരേ സമയമായിരിക്കും ഇതെല്ലാം പൂക്കുന്നത്. പിന്നെ ഇത് അല്ലാത്ത ഓർക്കിഡൊക്കെ സാധാരണ നമ്മൾ അതിന് പൂക്കളുണ്ടാകുന്ന വെച്ചാൽ നമ്മുടെ പരിചരണവും ഒക്കെ അനുസരിച്ചിട്ടാണ് അതിൽ പൂക്കളുണ്ടാകുന്നത്. പക്ഷേ ഈ ഓർക്കിഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂക്കുന്ന സമയത്ത് എവിടെയൊക്കെ ഇത് ഓർക്കിഡ് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ ആ വീടുകളിലെല്ലാം ഇതുപോലെ നിറച്ച് പൂക്കളുണ്ടാകും. പിന്നെ ഉള്ളത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ദിവസം മാത്രമേ ഈ പൂവിൻ്റെ ആയുസുള്ളൂ. ഇന്ന് വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്ക് ഇത് കൂമ്പി പോകും. എന്നാലും ആ കൂമ്പി നിൽക്കുന്നത് കാണാനും ഒരു ഭംഗിയുണ്ട്. അതൊക്കെയാണ് മറ്റുള്ള ഓർക്കിഡിൽ നിന്ന് ഇതിന് വ്യത്യസ്തമാക്കുന്നത്. പിന്നെ ഇത് മൊട്ടായിട്ട് വിരിഞ്ഞ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നമ്മൾ പോട്ട് എത്രത്തോളം വലുതാവുമോ അത്രത്തോളം അതിൽ നിറഞ്ഞ് ഇതിങ്ങനെ തന്നെ അങ്ങ് സ്പ്രെഡായിക്കോളും. അതിനങ്ങനെ പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട. ഇതിൻ്റെ ചെറിയ വേര് വന്നിട്ടുള്ള ഭാഗം നമുക്ക് എടുത്തിട്ട് മറ്റുള്ള മരങ്ങളിലൊക്കെ നമ്മൾ കെട്ടിവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഇതിങ്ങനെ നിറഞ്ഞുണ്ടായിക്കോളും. ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്കിങ്ങനെ സൂപ പോലൊക്കെ മുകളിലേക്ക് വളർത്താൻ പറ്റും. അത്രയും വളർത്തി കഴിഞ്ഞാൽ അത്രയും നിറഞ്ഞാണ് പൂക്കളുണ്ടാകുന്നത്. അതൊക്കെയാണ് ഈ ഓർക്കിഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത്ര ഭയങ്കര അത്ര ഇഷ്ടപ്പെടുന്നൊരു മണമല്ല. അതിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. ഇച്ചിരി രൂക്ഷഗന്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ഈ വെള്ളയിൽ ഒരു ലൈറ്റ് മഞ്ഞയൊക്കെ നടുക്കിങ്ങനെ വരുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ പരിചരണമൊക്കെ എളുപ്പമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ആ പാടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ വലിയ കെയറിങ് ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഇത് ഇങ്ങനെ പൂക്കളുണ്ടാകും. ആ ഏരിയയിൽ ആരൊക്കെ ഇവിടെ പൂവ് വെച്ചിട്ട് ഈ ഓർക്കിഡ് വെച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ഒരേ സമയമായിരിക്കും ഇത് പൂക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു ഓർക്കിഡിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നിൽക്കുന്നത് കാണാനൊക്കെ ഒരു ഭംഗിയാണ്. ഒരു വെള്ളയ്ക്ക് അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. പിന്നെ അധികം കെയറൊന്നും ഇല്ലാതെ നമുക്കൊരു ഓർക്കിഡ് കിട്ടുമെന്ന് പറയുമ്പം അത് വലിയൊരു കാര്യമല്ലേ. അതൊക്കെയാണ് ഈ ഓർക്കിഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ എല്ലാവർക്കും ബൈ.